ഗൈസ് വെൽക്കം ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായി നമ്മുടെ യൂട്യൂബ് നിങ്ങൾ ടെലഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് പുതിയ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഈ ഒക്ടോബർ 15 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ സമയങ്ങളിലൊക്കെ ടെലഗ്രാമുകളിൽ നമ്മൾ പബ്ലിക് ഗ്രൂപ്പിൽ നിരന്തരമായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് അപ്ഡേറ്റ് വിടലുണ്ട്. ടെലഗ്രാമിൽ ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും പബ്ലിക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം BTC എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. കഴിഞ്ഞ നവംബറിൽ ഇതേ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് BTC 93K ആയി 100K അടുത്തെത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്ന ഈ നവംബർ 4 സംഭവിച്ചത്. നിങ്ങൾക്ക് തോന്നുന്നു ട്രംപിൻ്റെ ഇലക്ഷൻ വരികയും സിറ്റുവേഷൻസ് അടിപൊളിയായി 100K ബ്രേക്ക് ചെയ്തു. 100K ഒരു ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് വീഡിയോ എടുത്തിട്ട് ഇന്ന് ഒരു വർഷം ആകാൻ പോവുകയാണ്. പക്ഷേ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് BTC 104K ആണ്. പക്ഷേ നമ്മുടെ ഇമോഷൻസ് സിറ്റുവേഷൻ ഡാർക്കാണ്. അതായത് അന്ന് നമ്മൾ 100K എന്ന് പറയുന്നത് ഒരു ആവേശത്തോടെ കണ്ടിരുന്ന അതേ നമ്മൾ ഇന്ന് 104K റേഞ്ചിലുണ്ടായിട്ടും അന്നത്തേനെക്കാട്ടിയും വേഴ്സ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന സിറ്റുവേഷൻ. ഇത് നമുക്ക് നൽകുന്നൊരു സൂചന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു നമ്മൾ ഫോളോ ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം മുതലേ വീഡിയോസ് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം BTC ഒരിക്കലും അവർക്കൊരു ഡാർക്ക് ഫേസ് നൽകിയിട്ടില്ല. BTC ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് പോകുന്നത്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബിറ്റ് കോയിൻ ഇങ്ങനെയാണ്, ബിറ്റ് കോയിൻ അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സിറ്റുവേഷനിൽ എത്തീരിയവും നമുക്കൊരു പെർഫെക്റ്റ് ഓപ്ഷൻസ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരുടെ കൈമിൽ ഇത് രണ്ടും മാത്രമല്ല, നമ്മളെല്ലാവരുടെ കൈമിലും മറ്റു പല കോയിൻസുകളുണ്ട്. പ്രത്യേകിച്ച് ആൾട്ട് കോയിൻസ് ഒരുപാടുണ്ട്. നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് വരുമ്പം തന്നെ ബിറ്റ് കോയിനിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ടെൻഡൻസി ഒന്നും ആർക്കും ഇല്ല. എല്ലാം ആൾട്ടിലാണ്. ആൾട്ടിൻ്റെ സിറ്റുവേഷൻ അത്ര സജീവമല്ല. ആൾട്ട് കുറച്ചും കൂടി ഡൗൺ ആണ്. ആൾട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതി, കാരണം ആ സമയങ്ങളിലൊക്കെ ആൾട്ട് നല്ലോണം കൂടെ കയറുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 100% കയറിയിട്ടുണ്ടായിരുന്നു പല കോയിൻസുകളും. അതാണ് നമ്മളെ ഹാപ്പി ആക്കിയത്. ബിറ്റ് കോയിൻ 100K എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെ ഹാപ്പി ആക്കിയതെന്ന് പറയുന്നത് ഡോജ് കോയിൻ ആയാലും ഷിബ് ആയാലും സോൾ ആയാലും അതൊക്കെ പുതിയ ഹൈകളിലേക്ക് വരുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആ പറയുന്ന ഓൾ ടൈം ഹൈ നിയർന്ന് ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ 48K കണ്ടെടുത്തു നിന്ന് ഇപ്പോൾ 100K റേഞ്ചിലുണ്ടെങ്കിൽ ആൾട്ട് കോയിനിലേക്കുള്ള ഈ ഒരു ഡിപ്രഷൻ മൂഡിലാണ് നമ്മളെല്ലാവരും വളരെയധികം ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാം അതിൻ്റെ കൂടെ തന്നെ ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈ എത്തിയിരുന്നു. പല അമേരിക്കൻ സ്റ്റോക്സ് ഓൾ ടൈം ഹൈ അടിച്ചിരുന്നു. ഫെഡ് റേറ്റ് ഡിസിഷൻ 2 റേറ്റ് കട്ട്സ് നമ്മൾ എക്സ്പെക്റ്റഡ് ആക്കിയ ഏകദേശം 15 തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ആൾട്ടിലേക്ക് എന്തുകൊണ്ട് വരാത്തത്? അതിൻ്റെ ഇടയിൽ വന്ന ഒക്ടോബർ 10 ഉണ്ടായിരുന്ന ഫ്ലാഷ് ക്രാഷ് ഉണ്ടാക്കി 102 എന്നിട്ടും നമ്മൾ പറഞ്ഞ 100K ബിലോ അല്ല 102 ഉണ്ടായപ്പോൾ പല കോയിൻസും ബിയർ മാർക്കറ്റ് ലോയിലേക്ക് വന്നു. അങ്ങനെയുള്ള ഒരു വളരെ ടഫസ്റ്റ് പീരീഡ്സാണ് ക്രിപ്റ്റോ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ ആ BTC 48K ഉണ്ടായതിനേക്കാൾ ടഫസ്റ്റ് ഫീൽ ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? പല കോയിൻസും ആ ഫ്ലാഷ് ക്രാഷിൻ്റെ സമയത്ത് ഉണ്ടാക്കിയത് ബിയർ മാർക്കറ്റ് ലോയിലേക്കായിരുന്നു. നമ്മൾ ലിങ്ക് $7 പല കോയിൻസുകളും, ചില കോയിൻസൊക്കെ 0 ഒക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പറയുന്ന പോലെ ആൾട്ട് കോയിൻ മാർക്കറ്റ് അതായത് പഴയ പോലെ കയറുമോ, ഒരു ഹോപ്പ്ഫുൾ ഉണ്ടാവുമോ, നമുക്ക് ഇനി പ്രതീക്ഷിക്കണോ എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. കറണ്ട് സിറ്റുവേഷൻ BTC വെച്ച് തന്നെ തുടങ്ങാം. കാരണം BTC ആണല്ലോ ഇതിൻ്റെ മെയിൻ. അത് പൊട്ടിക്കഴിഞ്ഞ് പിന്നെ ആൾട്ടിലേക്ക് നമ്മൾ ഓവർ ഹൈപ്പ് എന്ന് പറയുന്ന സെറ്റപ്പിലല്ല. ഇപ്പം നമുക്കറിയാം 108K കുറേ ബേസ് സപ്പോർട്ട് പിടിച്ചിരുന്നു. 104 ഇപ്പോൾ നിൽക്കുന്നുണ്ട്. 100K ബേസ് ലൈൻ സപ്പോർട്ടുണ്ട്. ഇതിനു മുമ്പും പറയുന്ന ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ 98 വന്നിരുന്നു. വീണ്ടും പെട്ടെന്ന് തന്നെ ഓൾ ടൈം ഹൈ അടിച്ചിരുന്നു. ആ ഒരു ഏരിയയിലൊക്കെ സപ്പോർട്ടുണ്ട്. പ്ലസ് ഈ ആഴ്ചത്തെ വീക്ക്ലി ഇപ്പോൾ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും 102 വന്നിരുന്നു. ഓരോ ആഴ്ചയിലും 102K അടുത്തേക്ക് വന്നിരുന്നു. 103 104 വന്നു. പക്ഷേ വീക്ക്ലി ക്ലോസ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 108 ബേസ് സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് ഫ്ലാഷ് ക്രാഷ് 102 ഉണ്ടായ സമയത്ത് ഇതേപോലെ തന്നെ 102 വന്നില്ലെങ്കിൽ പോലും വീക്ക്ലി ക്ലോസ് ആകുമ്പോൾ മുകളിൽ. അപ്പോൾ ഈ വരുന്ന വീക്ക്ലി ക്ലോസ് ആണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ വീക്ക്ലി ക്ലോസും ആ റേഞ്ചിൽ തന്നെ വന്നിരുന്നു. 107 ആ ബേസ് ലൈൻ റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ എങ്ങനെയാണ്? വീണ്ടും 102 100K അടുത്ത് തന്നെയാണോ ഈ ആഴ്ച എന്നുള്ളതാണ്
ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ BTC ഡോമിനൻസിൻ്റെ കാര്യമാണ്. ഡോമിനൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം 50-60 റേഞ്ചിൽ നിന്ന് റിജക്ഷനായി ഇപ്പോൾ വീണ്ടും അവിടുന്ന് കുറേ റെസിസ്റ്റൻസ് ഇങ്ങനെ ഒരു മെയിൻ 60 എന്ന് പറയുന്ന പെർസെൻറ്റേജിൻ്റെ ആവുന്ന റെസിസ്റ്റൻസ് വന്നു. സാധാരണഗതിയിൽ അവിടുന്ന് പൊട്ടിയാൽ 50ൻ്റെ അടുത്തേക്കൊക്കെ ഒരു 10% ഡൗൺ ഒക്കെ ഉണ്ടാവേണ്ടതാണ്. എൻ്റെ ഒരു സിറ്റുവേഷൻ കറൻ്റ്ലി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ സൈക്കിളൊക്കെ നോക്കുമ്പോൾ ഈ ഒക്ടോബർ നവംബറാണ് ശരിക്കും പീക്ക് വരേണ്ടത്. പ്രത്യേകിച്ച് ഒക്ടോബറാണ് വരേണ്ടത്. എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. കറൻ്റ്ലി നമ്മൾ ബിയർ മാർക്കറ്റിലേക്കാണ് എന്ന് പറയുന്ന ടെൻഡൻസിയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും BTC എന്ന് പറയുന്ന ബേസ് ലൈൻ സപ്പോർട്ട്, ആൾട്ട് കോയിനും ബേസ് ലൈൻ സപ്പോർട്ടിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നവംബറിൽ നമ്മൾ ഈ 100K കാണുന്നതെന്ന് പറഞ്ഞാൽ 40 ഡേയ്സിലാണ് ഈ പറയുന്ന ആൾട്ടൊക്കെ വെറും 40 ദിവസം കൊണ്ടാണ് ഈ BTC ആയാലും ഈ എത്തീരിയം ആയാലും ആൾട്ട് കോയിനൊക്കെ ഈ പറയുന്ന 6 മാസത്തിൻ്റെ മടുപ്പ് തിരിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പടപടയെന്ന് സംഭവിക്കുന്ന സെറ്റപ്പിലേക്ക് എത്തും. അത് നമ്മൾ റെഡിയാവുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളിടയിൽ ഒരിക്കലും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എപ്പോഴും വരുമ്പോഴെപ്പോഴും ചില ആൾക്കാർ ചെയ്യുന്ന പോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ മറ്റേത് ഗോൾഡ് അല്ലെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ അർജൻറ്റായിട്ട് കൊടുക്കാനുള്ള പൈസ വിൽക്കുക, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡല്ല നമ്മൾ വേണ്ടത്. അത്തരക്കാർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും, ഉറപ്പാണ്. എനിക്കായാലും ആർക്കായാലും അത് ടെൻഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് ഓക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നാൽ പോലും നമ്മൾ ജീവിതത്തിൽ ബാധിക്കാത്ത രീതിയിലായിരിക്കണം എന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അഥവാ അല്ല അങ്ങനെ അല്ലാണ്ട് ചെയ്തവരുണ്ടാവാം, അവരും അധികം ടെൻഷൻ അടിക്കാണ്ട് എങ്ങനെയാണ് എത്രത്തോളം ഇതിപ്പോൾ ഈ മാർക്കറ്റ് കണ്ടീഷനിൽ നിന്നും നമുക്ക് റെഡിയാകാൻ പറ്റുന്നത്, അതനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ തന്നെയാണ്. എൻ്റെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ പുറത്തുള്ള ന്യൂസുകൾ ട്രേഡ് ഡീലായാലും എല്ലാം ഓക്കെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ബട്ട് മാർക്കറ്റിലേക്ക് അത് റിഫ്ലക്റ്റ് ആവുന്നില്ല എന്നുള്ളത് ഒരുപാട് ഇന്ന് തന്നെ ഒരുപാട് ലോങ് ലിക്വിഡേറ്റായി മാർക്കറ്റിൽ ഷോർട്ട് ലിക്വിഡേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന മറ്റൊരു ഹോപ്പ്. അത്രയും ഷോർട്ട് മാർക്കറ്റിലുണ്ട്. ഈവൻ 120Kൻ്റെ എബോവിലൊക്കെ ഉണ്ടാകുന്ന ഷോർട്ട് എന്ന് പറയുന്നത് ഹെവി ഹ്യൂജാണ്. നിങ്ങൾ ഈ ചിന്തിക്കുക, മാർക്കറ്റ് ഇങ്ങനെ കുറയുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് ആൾക്കാർ ഇല്ല ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. ഹെവി ഷോർട്ട് മാർക്കറ്റിൽ പമ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ചിന് ഇതൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ ഷോർട്ട് ഇങ്ങനെ എല്ലാവരും കൊണ്ടുപോയി ഷോർട്ട് ഇട്ടിട്ട് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത്, എത്ര ലോങ് ലിക്വിഡേറ്റ് ആക്കുന്നു അതേപോലെ ഷോർട്ട് ലിക്വിഡേഷനും ഉണ്ടാവും. അത് നമ്മളുള്ളിലൊരു പ്രതീക്ഷ നൽകേണ്ടതാണ്. ഓക്കെ, ബൈ.